പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമുക്ക് പമ്പയിലോട്ടല്ല, ഇനി നമുക്ക് പന്തളത്തോട്ട് പോകണം. പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തും. തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ അണ്ണാമലൈ ഉദ്ഘാടനം നിർവഹിക്കും. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഭക്തസംഘടന, സാമുദായിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കും. TV പ്രസാദും പ്രവീൺ പുരുഷോത്തമനും ചേരുന്നുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ശബരിമല കർമ്മസമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം നമ്മളതിൽ പറയേണ്ടതില്ല. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് സമുദായ സംഘടനാ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശബരിമല തന്ത്രി തന്നെ നേരിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കും. കണ്ഠരര് മോഹൻ പങ്കെടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഒരുപാട് പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട്. അണ്ണാമലയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. എങ്ങനെയാണ് പ്രസാദ് ചടങ്ങൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ഈ സംഗമത്തിൻ്റെ ലക്ഷ്യമായി സംഘാടകർ പറയുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായുള്ള അയ്യപ്പ സംഗമമാണിത്. അതിന് ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് പേരിട്ടിരിക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന ഈ വലിയ ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് വിശ്വാസികൾ കൂട്ടത്തോടെ എത്തുക എന്നാണ് ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഇതിൽ ഭൂരിപക്ഷം പേരും നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധം ശബരിമലയുടെ അകത്തും പുറത്തുമെല്ലാമായി ഉണ്ടാക്കിയ സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. അവരോട് പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ്. അണ്ണാമലയാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടത്തുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം രാവിലെ 9 മണി മുതൽ തന്നെ ശബരിമലയിലെ വികസനത്തിൽ ഊന്നിയുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അതാണ് രാവിലത്തെ പരിപാടി. നിരവധി ആളുകൾ, 10,000-ലേറെ ആളുകൾ ഇവിടേക്ക് എത്തും എന്നാണ് സംഘാടകർ കണക്ക് കൂട്ടുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം ഇവിടെ നടത്തി കഴിഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം തട്ടിപ്പാണെന്നും അത് വിശ്വാസികൾക്കെതിരായ സർക്കാരിൻ്റെ നീക്കമാണെന്നുമായിരുന്നു ശബരിമല കർമ്മസമിതിയുടെ നേരത്തെ ഉണ്ടായ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു പരിപാടി ഇവിടെ വിളിച്ചു ചേർക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഭൂരിപക്ഷവും ഇത് മുഴുവൻ ആളുകളും വിശ്വാസികളായിരിക്കും. വിശ്വാസത്തോടൊപ്പം വികസനം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല വിശ്വാസികളെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ ഈ ഭാഗത്തേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസം, ആ വിശ്വാസത്തെ അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് യഥാർത്ഥ വിശ്വാസികളെ അണിനിരത്തും എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. എന്തായാലും ആൾക്കൂട്ടം കൂടുതൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. രാവിലെ മുതൽ തന്നെ ഈ ഭാഗത്തേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പ്രവീൺ നമുക്കൊപ്പമുണ്ട്. പ്രവീണിനോട് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. പ്രസാദ്, പ്രവീൺ, ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തിന് രാവിലെ ആയപ്പോൾ തന്നെ പ്രതിനിധികളൊക്കെ എത്തിത്തുടങ്ങിയിരുന്നു. എപ്പോഴാണ് പ്രതിനിധി സമ്മേളനം തുടങ്ങുക? ഒരു 2-3 സെമിനാറുകൾ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഉദ്ഘാടനത്തിന് ശേഷം. അതിനുശേഷം സെമിനാറുകളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കി ക്രോഡീകരിച്ച് സർക്കാരിന് സമർപ്പിക്കാനായിട്ട് സംഘാടകർ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ ക്രിയാത്മകമായിട്ടെന്തെങ്കിലും? പ്രവീൺ. ഗുഡ് മോർണിംഗ് അരുൺ. ശബരിമല സംരക്ഷണ സംഗമം നടക്കുന്ന പന്തളത്തെ ആ ഒരു വേദിക്ക് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, ഈ ആഗോള സംരക്ഷണ സംഗമം പമ്പയിൽ നടന്നിരുന്നു. നമ്മൾ രാവിലെ 6:30 പമ്പയിൽ നിന്നും ലൈവ് അവിടെ കൊടുത്തിരുന്നു. പക്ഷേ ആ ഒരു സംഗമവും ഇന്നത്തെ ഈ പരിപാടിയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ അരുൺ ചോദിച്ചതുപോലെ ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് നടക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഇവിടേക്ക് ആരൊക്കെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പമ്പയിൽ കണ്ടതുപോലെ ആ സമയത്തുള്ള ഒരു ആൾക്കൂട്ടം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇതിൻ്റെ സംഘാടകർ എത്തിയിട്ടുണ്ട്. ഇത് 2 ഇടങ്ങളിലായിട്ടാണ് ഈ പ്രധാനപ്പെട്ട ഇത് സംഗമം നടക്കുന്നത്. അതായത് ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശബരിമല സംരക്ഷണ സംഗമം ഈ കാണുന്ന പ്രധാനപ്പെട്ട വേദിയിൽ നടക്കും. അത് BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അതേസമയം തന്നെ രാവിലെ 9 മണിക്ക് 3 സെമിനാറുകളാണ് പ്രധാനമായും നടക്കുന്നത്. അത് ഈ കാണുന്ന വേദിയിൽ വെച്ചല്ല. ഇവിടെ നിന്നും 2 കിലോമീറ്റർ മാറി പന്തളം ടൗണിനോട് ചേർന്നുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, അത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് സെമിനാറുകൾ നടത്തുന്നത്. ആ സെമിനാറിൽ
1000 പേർ മാത്രമേ പങ്കെടുക്കൂ എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതായത് സെമിനാറിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ആളുകൾ അവർക്ക് മാത്രമേ പ്രാതിനിധ്യം ഉണ്ടാകൂ. അവർ മാത്രമായിരിക്കും ശബരിമലയുടെ വികസനം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാറിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. പക്ഷേ ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമ വേദിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഭക്തരായിട്ടുള്ള എല്ലാവർക്കും വരാം. പ്രത്യേക പാസോ സംവിധാനങ്ങളോ ഒന്നുമില്ല എന്ന് സംഘാടകർ പറയുന്നു. അവർ പറയുന്നത് 20,000 പേരെ തങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ 10,000 പേരെങ്കിലും എത്തും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ഭക്തരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരെ പ്രതീക്ഷിക്കുന്നു. വിദേശത്തു നിന്നും ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ ആളുകൾ എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു പ്രവീൺ. സംഗമങ്ങളൊക്കെ നടക്കട്ടെ. സംഗമങ്ങളൊക്കെ സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് അതിനെ സ്വാഗതം ചെയ്യണമല്ലോ. സംവാദവും സംഗമവും ഒക്കെ ജനാധിപത്യത്തിന്റെ കരുത്താണ്. ആളുകൾ ഒരുമിച്ച് കൂടണം, ആളുകൾ വർത്തമാനം പറയണം, നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ സർക്കാരിനും സമർപ്പിക്കണം. നേരെ നമ്മളുമായി സംസാരിച്ച സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത്തരം നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ സർക്കാർ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കും എന്നാണ്. അങ്ങനെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ശബരിമല കർമ്മസമിതി ആ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.